ഇന്ന് നമുക്ക് കൈമ റൈസ് കൊണ്ട് നല്ലൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഈ ബിരിയാണി ചോറിൻ്റെ രുചി കൂട്ടാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ചേരുവ കൂടെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ 1 കിലോ ചെമ്മീൻ എടുത്ത് നല്ലോണം വൃത്തിയാക്കി എടുത്തതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്ത് മാറ്റി വയ്ക്കാം. കാശ്മീരി മുളക് പൊടി നിർബന്ധമൊന്നുമില്ല കേട്ടോ. പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു നിറത്തിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തതാണ്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കണം. ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്ന ഓയിലിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ നേരിയതായി അരിഞ്ഞെടുത്ത ഒരു സവാളയും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്നതെല്ലാം എല്ലാവർക്കും അറിയുന്നതാണല്ലോ, അതുകൊണ്ട് ഞാനിത് കാണിക്കുന്നില്ല. ഗോൾഡൻ കളർ ആകുന്നതിൻ്റെ തൊട്ട് മുമ്പേ എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ മതി. ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ അരിച്ച് കടായിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മസാല പുരട്ടി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതുപോലെ നിരത്തിയിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയുള്ള ചെമ്മീൻ എടുക്കുമ്പോൾ തീരെ ചെറുത് വേണ്ട. ഇത് 1-2 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം 2 ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ്റെ 2 ഭാഗവും ഇതുപോലെ ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതി. ചെമ്മീൻ പൊരിച്ചെടുത്ത കടായിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീഡിയം സൈസ് വലിപ്പമുള്ള 3 ഉള്ളി നേരിയതായി അരിഞ്ഞിട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലയ്ക്ക് വേണ്ടിയുള്ള ഈ ഒരു സവാള നമുക്ക് നല്ലോണം തന്നെ ഒന്ന് വാട്ടിയെടുക്കണം. എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇടക്ക് മൂടിയെടുത്തൊന്ന് ഇളക്കി കൊടുത്താൽ മതി. സവാള നല്ലോണം വാട്ടിയെടുത്താൽ പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കും. 1 കൂട് വെളുത്തുള്ളിയും 8 പച്ചമുളകും 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയുമാണ് ചതച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കും. ഇനി 2 പഴുത്ത തക്കാളി കൂടി അരിഞ്ഞിട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഇതും ലോ ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. തക്കാളി നല്ലോണം വേവിച്ചെടുത്താൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതുപോലെ 1 കപ്പ് മല്ലിയിലയും മല്ലിയിലേക്കാളും കുറച്ച് പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണി മസാലയ്ക്ക് തൈര് കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയായിരിക്കും. 3 ടേബിൾ സ്പൂൺ അധികം പുളിപ്പില്ലാത്ത തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു 2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുത്താൽ പിന്നെ ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കുക. എല്ലാം ഒന്നും കൂടെ മിക്സാക്കി എടുത്ത് ഉപ്പ് നോക്കി വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. തീ നല്ലോണം കുറച്ച് കൊടുത്ത് 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മസാലയ്ക്കും കൂടെ ചെമ്മീൻ്റെ രുചി വരാൻ വേണ്ടിയാണിത്. 1 കിലോ കൈമ റൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതാദ്യം നല്ലോണം കഴുകി ഒരു 30 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാണ് നമ്മൾ സ്പെഷ്യലായിട്ട് എടുക്കുന്നത്, ചെമ്മീൻ്റെ തല. ഇത് ഉപ്പിട്ട് കൊടുത്ത് നല്ല വൃത്തിയിൽ തന്നെ കഴുകിയെടുക്കണം. 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താണ് നമ്മൾ ഈ ഒരു ചെമ്മീൻ്റെ തല വേവിച്ചെടുക്കുന്നത്. ഇതുപോലെ നല്ലോണം തിളച്ച് വന്നാൽ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. വെള്ളം വറ്റിപ്പോകരുത്. ഇതിൻ്റെ വെള്ളം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. തല വെന്താൽ പിന്നെ വെള്ളം മാത്രം അരിച്ചെടുക്കാം. ചോറുണ്ടാക്കാൻ വേണ്ടി കടായിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യുമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് 1/2 kg നെയ്യാണേ. ഇനി ഒരു 4 ഗ്രാമ്പൂ, 5 ഏലക്ക, 3 ചെറിയ കഷ്ണം പട്ട, 1 ടീസ്പൂൺ പെരുംജീരകവും കൂടെ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു സവാളയുടെ പകുതി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. സവാള നിറം മാറിപ്പോകാതെ ഒന്ന് സോഫ്റ്റാക്കി എടുത്താൽ മാത്രം മതി. ഇനി അളന്നെടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 പാട്ടരിക്ക് 1.5 പാട്ട വെള്ളം. നമ്മൾ ചെമ്മീൻ്റെ തല വേവിച്ചെടുത്ത വെള്ളവും കൂട്ടിയാണ് 1/2 പാട്ട വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. 4 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം അരിയിട്ട് കൊടുക്കുക.
അരിയിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, വെള്ളത്തിൽ നിന്ന് നല്ലോണം ഊറ്റിയെടുത്തതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അരിയിട്ട് കൊടുത്ത് ഇതുപോലെ നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ബാക്കി കൂടെ വേവിച്ചെടുക്കാൻ. മൂടി വെച്ച് കൊടുത്തു വേണേ വേവിച്ചെടുക്കാൻ. ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഞാൻ ഇതൊരു 12 മിനിറ്റ് കൊണ്ടാണ് ബാക്കി കൂടെ വേവിച്ചെടുത്തിരിക്കുന്നത്. വെള്ളമൊക്കെ വറ്റി റൈസ് ഇപ്പോൾ പാകത്തിന് വേവായിട്ടുണ്ട്. ഇനി തീ ഓഫാക്കി എല്ലാ ഭാഗത്തുനിന്നും ചോറ് ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്കാം. ഇതുപോലൊരു ദോശക്കല്ലിൻ്റെ മുകളിലാണ് നമ്മൾ ദം ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നത്. ഇതാദ്യം നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമ്മുടെ ചെമ്മീൻ മസാല ചോറും കൂടെ ഇട്ട് ദം ചെയ്തെടുക്കാൻ പാകത്തിനുള്ള കടായിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ദം ചെയ്യാൻ എടുക്കുന്ന സമയത്ത് ചോറിനും മസാലയ്ക്കും ചൂടുണ്ടായിരിക്കണം. ഈ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. മുഴുവൻ ചോറും മസാലയുടെ മുകളിൽ ഇതുപോലെ ഒരു തട്ടായാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഫ്രൈ ചെയ്തെടുത്ത സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒരു പിടി മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കണം. 1/4 കപ്പ് പാലിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ കലക്കിയെടുത്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ച് കൊടുത്ത് ഒരു 15 മിനിറ്റ് ചൂടായ കല്ലിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് ദം ചെയ്തെടുക്കാം. കല്ല് ചൂടായാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വേണേ ദം ചെയ്തെടുക്കാൻ. 15 മിനിറ്റ് ആയാൽ നമ്മളിങ്ങനെ തുറന്ന് എല്ലാം കൂടി മിക്സാക്കി എടുക്കാതെ മുകളിലുള്ള ചോറ് മാത്രം വേണം മിക്സാക്കി എടുക്കാൻ. നമ്മൾ ഏത് തരം ബിരിയാണി ഉണ്ടാക്കുമ്പോഴും എല്ലാം കയ്യെത്തുന്ന ദൂരത്ത് ഒരുക്കി വെച്ച് വേണം ഉണ്ടാക്കി തുടങ്ങാൻ. എന്നാൽ ഒരു ടെൻഷനും ഇല്ലാതെ നല്ലൊരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി മസാലയുടെ തൊട്ട് മുകളിലുള്ള ചോറ് ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കുകയോ അതല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുത്താലും മതി. കുറച്ച് ചെമ്മീൻ മസാലയോടുകൂടെ ഇതുപോലെ ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുക്കും. ഇനി മസാലയുടെ മുകളിലുള്ള ചോറും കൂടെ കുറച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ആദ്യം മിക്സാക്കി എടുത്ത ചോറും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി എടുക്കാം. കൈമ റൈസ് കൊണ്ടുണ്ടാക്കുന്ന ബിരിയാണി അല്ലെങ്കിൽ തന്നെ നല്ല രുചിയായിരിക്കുമല്ലോ. കൂടാതെ നമ്മൾ ചെമ്മീൻ്റെ തല വേവിച്ച വെള്ളവും കൂടെ ചേർത്തുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ചോറ് വെറുതെ വാരിക്കഴിക്കാൻ പോലും നല്ല രുചിയാണ്. ചമ്മന്തിയും അച്ചാറും തൈര് സാലഡും കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.